ശ്രീമദ് ഭാഗവതം ക്ലാസ് 103. നമ്മളിന്ന് 5-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് ജഡഭരതനും രഘുഗണ രാജാവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ കഥയിലൂടെയും യഥാർത്ഥ ആത്മീയതയിലേക്കുള്ള വഴി, സന്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന ആത്മീയതയിലേക്ക് തിരിയുന്ന യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞു തരുന്നത്. അവരുടെ പ്രത്യേകതകളാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വെച്ചാൽ, അവർക്കറിയാം പിൽക്കാലത്ത് ഇതിനെയെല്ലാം വളച്ചു കെട്ടിയിട്ട് ഏതെല്ലോ തരത്തിലാക്കി മാറ്റും. സന്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ജീവിച്ചിട്ട് കുടുംബമെല്ലാമായിട്ട് അല്ലെങ്കിൽ എങ്ങനെയല്ലോ ജീവിക്കുന്ന ഒരു പരിപാടിയാണെന്നാണ് ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഏതെല്ലോ ഒരു ആചാരത്തിലൂടെ അങ്ങ് പോകുന്നതാണ് സന്യാസം. അതൊന്നുമല്ല. സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടെറിഞ്ഞ് പോകണം. പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധുവില്ല, കൺമുമ്പ് കണ്ടുപോകരുത്. ആ തരത്തിൽ നടക്കണം, ഭ്രാന്തന്മാരെ പോലെ. അതാണ് യഥാർത്ഥ സന്യാസം. അത് ജനങ്ങളെ ബോധിപ്പിക്കാൻ ശ്രീഹരി തന്നെ ഭരതനായിട്ട് വന്നിട്ട് ഓരോ കഥയിലൂടെ പറഞ്ഞു തരികയാണ്, ഇങ്ങനെയാണ് പോകേണ്ടത്. എങ്കിലെങ്കിലും വിശ്വസിച്ചോട്ടെ, ആ ശരിയായ വഴി പോകേണ്ടവർ പോയിക്കോട്ടെ, അല്ലാതെ മറ്റേ തരത്തിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അതെല്ലാം വെറുതെ സമയം വേസ്റ്റാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഒന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ശ്രീസുഖൻ പറയുകയാണ്, ഒരിക്കൽ സിന്ധു സൗവീര ദേശത്തെ രാജാവായ രഘുഗണൻ, അപ്പോൾ രാജ്യത്തെ ഒരു രാജാവ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇക്കുമതി നദിയുടെ തീരത്ത് വെച്ച് അദ്ദേഹം ചുമന്ന പല്ലക്കിന് ഒരാളെ കുറവുണ്ടായിരുന്നു. കുറവ് വന്നു ഏതോ കാരണം കൊണ്ട്. അപ്പം പല്ലക്ക് ചുമക്കാൻ ഒരാൾ വേണം. ബാക്കിയുള്ളവരുണ്ട്, പക്ഷെ ഒരാളെ കുറവുണ്ട് ഒരു സ്ഥലം പിടിക്കാൻ. നടക്കുമ്പോൾ ആ ഒരു ബ്രാഹ്മണൻ ഇവിടെ എന്ന് പറയുന്നത് ആ ജഡഭരതൻ തന്നെയാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മണനെ പോലെ നടക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ ജോലിയെല്ലാം ചെയ്തുകൊണ്ട്. അപ്പൊ ആ ജഡഭരതനെ ദൈവഹിതപ്രകാരം കണ്ടെത്തി. ദൈവഹിതന്മാരും അന്വേഷിച്ചപ്പോൾ ഒരുത്തനെ കിട്ടി. അപ്പൊ ഇവന്റെ ശരീരം എങ്ങനെയാണ്? ഇവൻ കാളയെ പോലെയുള്ള ശരീരഘടനയും നല്ല ഉറച്ച ശരീരമാണ്, കഴുത പോലെ ഭാരം ചുമക്കുന്നവനാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഇവൻ മതി എന്ന് തീരുമാനിച്ചു. അയാളെ അർഹനല്ലെങ്കിലും യഥാർത്ഥത്തിൽ ഈ ചുമക്കാനുള്ള കക്ഷിയൊന്നുമല്ല. അത് ഇദ്ദേഹം ഭൗതിക ലോകവും വിട്ടെറിഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ്. ഈ ലോകമായിട്ടുള്ള ബന്ധമെല്ലാം ഉപേക്ഷിച്ചു ശരീരം പോലും മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ബ്രഹ്മത്തിൽ ലയിച്ചവാണ്, ബ്രഹ്മജ്യോതിസായിട്ട് മാറാൻ പോകുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ അതേ ശൈലിയിൽ ജ്യോതിസായിട്ട് നടക്കുന്നവരാണ്. പക്ഷെ കണ്ടാൽ അങ്ങനെ തോന്നില്ല. ഇപ്പം യഥാർത്ഥത്തെ ആത്മീയതയിലേക്ക് തേടി നിന്നവര് കണ്ടാലും ഭ്രാന്തന്മാരെ വരി തോന്നും. അപ്പം അത് അർഹനല്ലെങ്കിലും ബലമായി പിടിച്ച് മറ്റു അടിമകളോടുകൂടി പല്ലക്ക് ചുമപ്പിച്ചു. ഇവൻ രാജാവാണല്ലോ, പിടിച്ചുകൊണ്ട് അതിൻ്റെ പല്ലക്ക് മൊത്തം മതി. അപ്പം അവൻ മെല്ലെ കുറച്ച് ദൂരവും നോക്കി മെല്ലെ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കൂടെ പല്ലക്ക് പിടിക്കുന്ന മറ്റുള്ളവർക്കൊന്നും ഇവൻ്റെ നടത്തുമായിട്ട് മാച്ചായില്ല. അവർ വേഗം നടക്കുമ്പോൾ ഇവൻ മെല്ലെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് വരുന്ന എവിടെയാണ്? പല്ലക്കിനാണ്. അപ്പം അവർക്ക് പൊരുത്തപ്പെടാതെ വന്നപ്പോൾ രഘുഗണൻ എന്തു പറഞ്ഞു? അദ്ദേഹത്തിന് തോന്നി പല്ലക്ക് ശരിക്കല്ല പോകുന്നത്. എന്നിട്ട് അത് ചുമക്കുന്നവരോടായി പറഞ്ഞു, ഏറ്റുകാരെ, അതായത് ഏറ്റു നടക്കുന്നവരെ, ചൊവ്വേ നടക്ക്, മര്യാദയ്ക്ക് നടക്ക്. അപ്പോൾ 3 പറയുകയാണ്, അത് കേട്ടിട്ട് ഭയന്ന ദണ്ഡനം അല്ലെങ്കിൽ ദണ്ഡനേൽക്കും ഭയന്ന അവർ അദ്ദേഹത്തെ അറിയിച്ചു. കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ലല്ലോ, അവർ ദണ്ഡനേൽക്കേണ്ടി വരും. അവരതുകൊണ്ട് അദ്ദേഹം 4 പറയുകയാണ്, മഹാരാജാവോട് പറഞ്ഞു, അടിയർ ഞങ്ങളൊന്നും തെറ്റുകാരൊന്നുമല്ല. ഇപ്പോൾ ചുമക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇവൻ
വേഗത്തിൽ നടക്കുന്നില്ല. ഈ പുതുതായിട്ട് വന്ന ഈ കക്ഷി വേഗത്തിൽ നടക്കുന്നില്ല. ഇവനോടൊപ്പം നടക്കുവാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ വേഗത്തിൽ നടക്കും, ഇവൻ മെല്ലെ നടക്കുക. അതുകൊണ്ട് അവനോടൊത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അവർ ഭയങ്കര സങ്കടത്തോടു കൂടി, ഒരു ഭയപ്പാടോടു കൂടിയാണ് പറഞ്ഞത്. അപ്പൊ ദയനീയമായ അവരുടെ വാക്ക് കേട്ട് ഒരാളുടെ കുറ്റം മറ്റു സംഘങ്ങളിലുള്ളവരും അനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പം ബാക്കിയുള്ള ഒരു സംഘമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും അതിൽ ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എല്ലാവർക്കാണ് അനുഭവിക്കേണ്ടി വരിക എന്നോർത്ത് രാജാവ് രജോ ഗുണപ്രേരിതനായിട്ട്, രജോ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു എടുത്തിയാടുന്ന സ്വഭാവമാണ്, അധികം ചിന്തിക്കാതെ ചാരം മൂടിയ തീക്കട്ട പോലെ തെളിയാത്ത ബ്രഹ്മജ്യോതിസിനെ നോക്കി പറഞ്ഞു. ഇവൻ ബ്രഹ്മജ്യോതിസാണ്, ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയാണ്, ഈ ലോകമായിട്ട് വിട്ടവനാണ്. പക്ഷെ അവൻ്റെ തേജസ് അവൻ വെളിയിൽ കാണിക്കില്ല. അവൻ ഭ്രാന്തനം പോലെയല്ലാണ് നടക്കുക. ആത്മീയതയിലേക്ക് തിരിഞ്ഞവരെ അങ്ങനെ നടക്കണം. അപ്പൊ അവന്റെ തേജസ്സൊന്നും ഇവർക്ക് കാണാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി അങ്ങനെയാണ്. അതുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. 6, അയ്യോ കഷ്ടമേ സഹോദര, പരിഹസിച്ചുകൊണ്ട് പറയുന്നതാണ്. അങ്ങ് നിശ്ചയമായി വളരെ തളർന്നിരിക്കുന്നു. അങ്ങ് ഭയങ്കര തളർന്നിരിക്കുകയാണ്. ചുമന്നിട്ട് ഒറ്റക്ക് ചുമന്നത് മൂലമാകാം. ഒറ്റക്കാണല്ലോ ചുമക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര ക്ഷീണിച്ച് കിടക്കുകയാണ്. പക്ഷേ താങ്കൾ തടിമടക്കുള്ളവനൊന്നുമല്ല. പിന്നെ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ദേഹ കേൾപ്പുമില്ല, തനിക്ക് ദേഹത്തിന് കേൾപ്പുമില്ല, വാർദ്ധക്യമായിരിക്കുകയാണ്. ചെറുപ്പക്കാരനോട് ഇതെല്ലാം പരിഹാസിച്ച് കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. മറ്റുള്ളവർ അങ്ങനെയല്ല അല്ലേ എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇവരോട്. ഈ പരിഹാസപൂർണമായ ആക്ഷേപം കേട്ടിട്ടും അവിദ്യയാൽ നിർമ്മിച്ച ഈ ശരീരത്തിൽ ഞാൻ എൻ്റേത് എന്ന ചിന്ത വെടിഞ്ഞ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരം അവിദ്യയാൽ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേത് എന്ന ശരീരത്തിലുള്ള ചിന്തയെല്ലാം വെടിഞ്ഞ് ബ്രഹ്മഭാവം പ്രാപിച്ച അദ്ദേഹം ഒന്നും പറയാതെ പല്ലക്ക് ചുമന്നു. അവർ മറുപടി പറയാൻ ആരെന്ത് ചോദിച്ചാലും സന്യാസം സ്വീകരിച്ചു പോകുന്നവർ പിന്നെ സംസാരിക്കില്ല. അവർ ഭ്രാന്തന്മാരെ പോലെ പോകും. ആരെങ്കിലും എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടൂല. അതാണ് സന്യാസിയുടെ ലക്ഷണം, യഥാർത്ഥ സന്യാസി. അവർക്ക് ഈ ലോകമായിട്ട് ബന്ധമില്ല. പിന്നെ അവരോട് സംസാരിക്കേണ്ട കാര്യം എന്താ? വായു നാക്കും എല്ലാം അടക്കിയിട്ട് കാണിയും വേണ്ട കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവർ, ശരീരത്തെ പോലും തെളിച്ച് നടന്ന, ലോകത്തെ ത്യജിച്ച് നടക്കുന്നവർ പിന്നെ അതൊന്നും സംസാരിക്കാൻ പോകില്ല. എന്നിട്ട് പിന്നെ അദ്ദേഹം പലക്കെ വന്നു, ചുമക്കാൻ പറയുന്ന ചുമന്നു. 7 വീണ്ടും പല്ലക്ക് വേണ്ട വിധമല്ല എന്ന് കണ്ട രാജാവ് കോപത്തോടെ, പിന്നെയും പല്ലക്ക് ഇങ്ങനെ തന്നെയാണ്, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ എന്താണിത്? ജീവിച്ചിരിക്കവേ തന്നെ നീ ചത്തവനാണോ? ജീവിച്ചിരിക്കെ ജീവനുണ്ട്, പക്ഷെ ചത്തവനാണോ നീ? എന്നെ ധിക്കരിച്ച് എൻ്റെ കൽപ്പനയെ മറികടക്കാനാണോ? ഒന്നും കേട്ടില്ല എന്ന് വെച്ചിട്ട് എന്നെ ധിക്കരിക്കാനാണോ? എൻ്റെ കൽപ്പനയൊന്നും കേൾക്കില്ല എന്നാണോ? മതം മുഴുത്ത നിനക്ക് മതം മുഴുത്ത് കിടക്കുകയാണ്. യമധർമ്മനെ പോലെ, അതായത് ഇയാൾ യമധർമ്മനായിട്ട് മാറുകയാണ്. സ്വാഭാവികതയിലേക്ക് നീ എത്തിച്ചേരുന്നതിനുള്ള ചികിത്സ ഞാൻ ചെയ്തേക്കാം. ഇതിനു വേണ്ട ചികിത്സ ഞാൻ ചെയ്തേക്കാം. 8 ഇങ്ങനെ ചില പന്തികേടുകൾ പറയുന്ന രാജാവാണെങ്കിലും പന്തികേടാണ് പറയുന്നതെന്ന് ഇവന് മനസ്സിലായി. രാജാവെന്ന് നടിക്കുന്ന, രാജാതിരാജനെന്ന് നടിക്കുന്ന ഇവരെന്തോ രാജാവാണ്, പക്ഷെ വിവരമൊന്നും ഇല്ല. രജതമോ ഗുണങ്ങളാൽ പെരുകിയ ഗർവിഷ്ഠനായ, രജോ ഗുണവും തമോ ഗുണവും ഇത് രണ്ടുമാണ് ഇവന് കൂടിയിരിക്കുന്നത്. സാത്വ ഗുണമില്ല,
കൂടിയിരിക്കുന്ന പെരുകിയ ഗർഭിഷ്ഠനായ ഭഗവത് ഭക്തരെ തിരസ്കരിക്കുന്ന, യഥാർത്ഥത്തിൽ ഭഗവത് ഭക്തരെ ലക്ഷണം എന്താണെന്ന് മനസ്സിലാക്കാത്ത, അറിവുള്ളവനാണെന്ന് മേടി അടക്കുന്ന, ഒരു ചുക്കും അറിയില്ല എന്നാലും അറിവുള്ളവനാണ്, ഇവ മണ്ടനാണ്, അതുകൊണ്ട് ധിക്കരിച്ചിട്ടാണ് എന്നെല്ലാണ് ധരിക്കുന്നത്. സിദ്ധ പരമഹംസരെ പറ്റി അറിവില്ലാത്ത പരമഹംസരായ സന്യാസിമാര്, അവരുടെ ലക്ഷണം ഇതാണ്. അത് മനസ്സിലാക്കിയിരുന്ന ഇത് ചെയ്യില്ല. രഘുഗണൻ ബ്രഹ്മഭാവം പ്രാപിച്ച, ഇവനാകട്ടെ ബ്രഹ്മഭാവം പ്രാപിച്ചവനാണ്, ഗർവഭാവം വിട്ടൊഴിഞ്ഞവനാണ്. ഇവന് ഗർഭിഷ്ഠനല്ല, എല്ലാം വിട്ടു. രാജാവാണെങ്കിൽ ഗർഭിലും അഹങ്കരിച്ചിരിക്കുകയാണ്. ആ മഹാബ്രാഹ്മണൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇയാൾ ഇത്രയും ശിക്ഷിക്കുമെന്നെല്ലാം പറഞ്ഞപ്പോൾ ചെറിയ പുഞ്ചിരിയോടുകൂടി ആ മണ്ടനായ രാജാവോട് ഇയാൾ പറഞ്ഞു, 9, അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ്, പരിഹാസ്യമായതല്ല, പരിഹാസം പറഞ്ഞതൊന്നുമല്ല, പറഞ്ഞ കാര്യമെല്ലാം ശരി തന്നെയാണ്, എന്നെ പരിഹസിക്കൊന്നുമല്ല. യഥാർത്ഥത്തിൽ അയാൾ പരിഹസിക്കുകയാണ്. ആയത് ഭരിക്കുന്നവന് എന്ന് പറഞ്ഞാൽ എടുത്തു നടക്കുന്നവന്, ഇവനാണല്ലോ എടുത്തു നടക്കുന്നവർ. എടുത്തു നടക്കുന്ന ശരീരത്തിനുള്ളതാണ്. അത് ഈ പറഞ്ഞത് ഈ ശരീരത്തിന്, എടുത്തു നടക്കുന്ന ശരീരത്തിനുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എടുത്തു നടക്കുന്ന ശരീരം ഉണ്ടെങ്കിൽ, ശരീരമുള്ള ആൾക്കാര്, ഒരാൾ ചുമക്കുന്ന ഒരാൾക്ക് ഇതെല്ലാം സംഭവം, ഇങ്ങനെയെല്ലാം എടുത്തു നടന്ന് ശരീരമൊന്നും അനങ്ങാതെ മെല്ലനെ നടക്കുകയാണെങ്കിൽ, ഒന്നിക്കൽ അവൻ അഹങ്കാരിയാണ്, ധിക്കരിക്കുകയാണ്, അല്ലേ അവന് ആരോഗ്യമില്ലാതെ കൊണ്ടത്തടിയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞത് പരിഹാസമാണെങ്കിലും തെറ്റൊന്നുമല്ല. ഈ ശരീരമുള്ളവരെ പരിഹസിക്കുക തന്നെ വേണം. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ തെറ്റൊന്നുമല്ല. കാരണം ഇത്രയും തടിയുണ്ടായിട്ട് ചുമക്കാൻ പറ്റില്ലെങ്കിൽ അതെന്താണ്, അവൻ വയസ്സിന് കണക്കാണ്. അപ്പോൾ പരിഹാസമൊന്നുമല്ല, ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാവണമെങ്കിൽ, അതിപരിഹാസമായി അത് പ്രശസ്തമാകണമെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അത് പരിഹാസമാകണമെങ്കിൽ, ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന പ്രശസ്തമാകണമെങ്കിൽ, അല്ലെ പരിഹാസമാകണമെങ്കിൽ ഞാൻ ശരീരമാകണമായിരുന്നു. അപ്പോൾ പരിഹാസമായിട്ട് വരും. ഞാൻ ശരീരമാണെങ്കിൽ അത് പ്രശസ്തം തന്നെയാണ്, അത് പരിഹാസമാകുമായിരുന്നു. എന്നാലും ഞാൻ വിദ്വാൻമാരായവർക്ക് ആത്മാവിനെ പറ്റി അങ്ങനെ തോന്നുകയില്ല. എന്നാൽ ആത്മാവാണ് ഞാനെങ്കിൽ വിദ്വാൻമാർക്ക് ശരീരം വേറെ, ആത്മാവ് വേറെ. ഇപ്പം ഞാൻ ശരീരം കളഞ്ഞത് എന്ന അർത്ഥം വരത്തക്കവണ്ണമാണ് പറയുന്നത്. ഞാൻ ശരീരം കളഞ്ഞവനാണ്, ഞാൻ ആത്മാവാണിപ്പോൾ, ബ്രഹ്മത്തിൽ ലയിച്ചവനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ ഒരാൾ പരിഹസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിദ്വാൻമാരായവരങ്ങനെ പരിഹസിക്കുകയൊന്നുമില്ല, വിവരമില്ലാത്തവർ പരിഹസിച്ചായിരിക്കും. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം, ഒരു വ്യക്തി ശരീരത്തെ ഞാനായി കരുതുന്നുവെങ്കിൽ, ഭൂരിപക്ഷം 99.9% ആൾക്കാരും ശരീരത്തെയാണ് ഞാനായിട്ട് കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ തടിയുള്ള എന്നെ പറ്റി പരിഹസിച്ച് പറയുകയാണെങ്കിൽ, അത്തരം ആൾക്കാരെ പരിഹസിക്കുകയാണെങ്കിൽ അത് തെറ്റല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ തടിയാണ്. ആ തടിയും വെച്ചിട്ട് ഒരു പല്ലക്ക് ചുമക്കാൻ പറ്റൂല്ലെങ്കിൽ പരിഹസിക്കുകയും വേണം, ശിക്ഷ കൊടുക്കുകയും എല്ലാം വേണം. പക്ഷേ തടിയെ കളഞ്ഞുകൊണ്ട്
തടിയിൽ ഞാനെന്ന ചിന്തയില്ലാതെ നടക്കുന്ന ഒരാൾക്ക്, ഒരു സന്യാസത്തിലേക്ക് പോകുന്ന ഒരാൾക്ക്, അവര് തടിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. അവരുടെ ആത്മാവേ ഉള്ളൂ. ആ ആത്മാവിനെ വിദ്വാൻമാരായവരൊന്നും പരിഹസിക്കില്ല. ഇത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അങ്ങനെ ആത്മാവിനെ കാണുന്നവർക്ക്, വ്യക്തികൾ ആത്മാവുണ്ട്, ശരീരത്തെ ഞാനായി കാണാതെ അതിനുള്ളിലുള്ള ആത്മാവാണ് ഞാനെന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കിയ വിദ്വാനായ ഒരാള് ഒരിക്കലും പരിഹസിക്കുകയില്ല. ഇത്രേ അദ്ദേഹം പറഞ്ഞുള്ളൂ. കുറച്ച് വളച്ചു കെട്ടിയിട്ട് തന്നെയല്ലാണ് പറഞ്ഞത്. പക്ഷേ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് ഉത്തരം പറഞ്ഞത്. ഇനി 10 ഇതിന് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കൊടുത്തു. 10 തടി, ചടപ്പ്, ഈ തടിയെല്ലാം നോക്കി, ചടപ്പ്, രോഗം നോക്കി, വ്യാധി, ആധിക്യം, വിശപ്പ്, ദാഹം, ഭയം, കലഹം, ആഗ്രഹം, വാർദ്ധക്യം എന്നീ വാക്യങ്ങളും, ഉറക്കം, സുഖം, കോപം, ഞാനെന്ന അഹങ്കാരം, ശോകമോഹങ്ങൾ എന്നിവയും മറ്റും ദേഹത്തോട് അഭിമാനം തോന്നുന്നവർക്ക് മാത്രമാണ്. ഈ ദേഹത്തോട് അഭിമാനം തോന്നുന്നവർക്ക് മാത്രമാണ് തടിയെപ്പറ്റിയും അഭിമാനത്തെ പറ്റിയും വിശപ്പിനെ പറ്റിയെല്ലാം ചിന്തയുള്ളത്. ദേഹത്തെ പറ്റി, ദേഹാഭിമാനത്തെ പറ്റി ചിന്തയില്ലാത്തവന്, അതായത് ഞാൻ അത്തരത്തിലാണെന്ന് പറയുകയാണ്, ദേഹാഭിമാനത്തെ പറ്റി ചിന്തയില്ലാതെ തനിക്ക് ഇതൊന്നും ബാധകമല്ല. ഇങ്ങനത്തെ വികാര വിചാരങ്ങൾ, തടിയാണ് എൻ്റെ ദേഹാഭിമാനത്തെ പറ്റി, ഞാൻ ദേഹത്തെ പറ്റി ഒന്നും ചിന്തിച്ചല്ല നടക്കുന്നത്. ഞാൻ ഈ ദേഹത്തിൽ നിന്ന് അതീതനായി അതിനകത്തുള്ള ആത്മാവാണെന്ന് ചിന്തിച്ച് നടക്കുന്നവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളൊന്നും ബാധകമല്ല. എൻ്റെ എനിക്ക് തടിയുണ്ടെന്ന് വെച്ചാൽ ഞാനത് കളഞ്ഞതാണ്, അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നു പോലുമില്ല. പിന്നെ ആ തടി ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ എനിക്കിതൊന്നും ബാധകമല്ല. എൻ്റെ 12 കുറച്ചും കൂടി കടത്തി പറയുകയാണ്. ഹേ രാജാവേ, ജീവമൃത്യു അവസ്ഥ വലിയ വ്യത്യാസമൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം ജീവമൃത്യു അവസ്ഥ വികാരമുള്ള ഏതൊരു വസ്തുവിനും എപ്പോഴും വ്യത്യാസമില്ലാതെ കാണപ്പെടും. ഇത് തുടക്കവും ഒടുക്കവും ചേർന്ന പ്രദക്ഷിണത്തിൻ്റെ വികൃത ഭാവമാണ്. മനുഷ്യജന്മം ജനനവും മരണവും കൂടിയതാണ്, ഒരു സൈക്കിളാണ്. ഇപ്പം ജനനവും സൈക്കിൾ പൂർത്തിയാക്കുമ്പോൾ മരണവും തമ്മിലെത്തും. ഇപ്പം ജനനവും മരണവും ഒരേ ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കുന്നത്. അത് തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ സൈക്ലിക് ജീവിതമാണ്. ജനിച്ച് വലുതായി അവസാനം വൃത്തിയിൽ വന്നു കഴിഞ്ഞു പിന്നെയും ജനിക്കുന്നു, മരിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു സൈക്കിളായിട്ട് വരുമ്പം ഈ ജനനവും മരണവും ഒരേ സ്ഥലത്താണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് അതിൽ വ്യത്യാസം കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതേപോലെ ആ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വാമീഭൃത്യ ഭാവവും എന്നിവയും വ്യവസ്ഥിതിയുമായിട്ട് ചേർന്നിരിക്കും. സ്വാമിയും, അതായത് അങ്ങിപ്പം സ്വാമിയാണ്, രാജാവാണ്, ഞാൻ ഭൃത്യനാണ്. അപ്പോൾ ഒരാൾ സ്വാമിയായിട്ട് ജനിച്ചിട്ട് ജീവിത അവസാനം ഭൃത്യ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഭൃത്യം. അതും
കാലം നൽകുന്നതാണ് ഇതിൻ്റെ ഇടക്ക്. ജനിക്കുമ്പം ചിലപ്പം ഭൃത്യനായിരിക്കും, അവൻ കർമ്മം ചെയ്ത് ചിലപ്പം രാജാവായിട്ട് മരിക്കും. അപ്പം ജനനം ഭൃത്യനായിട്ട്, മരിക്കുന്നത് രാജാവായിട്ട്. ഈ ജനനവും മരണവും ഒരേ സ്ഥലത്ത് തന്നെയാണ്, വ്യത്യാസമില്ല. തുടങ്ങുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതുപോലെ ജനിക്കുമ്പം ഭൃത്യനാണെങ്കിൽ മരിക്കുമ്പോൾ രാജാവായിരിക്കും. ആ രാജാവും ഭൃത്യനും തമ്മിൽ വ്യത്യാസം എന്താണ്? അതാ കാലചക്രം ഓരോ സമയത്ത് ഒരാളെ രാജാവാക്കുന്നു, ഒരാളെ ഭൃത്യനാക്കുന്നു. അടുത്ത സമയം നീ രാജാവായിരിക്കും, ഞാൻ ഭൃത്യനായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ശിക്ഷിക്കുന്നതിലെല്ലാം കടന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. നീ രാജാവാണെന്ന് അഹങ്കരിക്കുന്നുണ്ട്, ഞാൻ ഭൃത്യനാണ്. പക്ഷേ മരണം കഴിയുമ്പോഴും ജന്മവും മരണവും അല്ല. ഇപ്പം അങ്ങനെയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ജനിക്കുന്നത് ഞാൻ രാജാവായിരിക്കും, നീ ഭൃത്യനായിരിക്കും. ഇതെല്ലാം ഒരു തരം അന്ധവിശ്വാസങ്ങളാണ്. കാരണം പ്രകൃതിയുടെ ലീല മാത്രമാണത്. ഈ സ്വാമി ഭൃത്യഭാവം ലോക വ്യവഹാരത്തിൻ്റെ ഭാഗമായി കാണണം. ഈ ലോക ലോകത്തിൽ ഇങ്ങനെ പലതും ചിലപ്പോൾ രാജാവാകും, ചിലവർ ഭൃത്യനാവും. ഓരോ കർമ്മം ചെയ്യാനായിട്ട് ജനിക്കുകയാണ്. എല്ലാ ബ്രഹ്മം തന്നെയാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നീ ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളെല്ലാം ഒന്ന് തന്നെയാണെന്നാണ് ഈ വളച്ചു കെട്ടിയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ അങ്ങനെ എന്നെ ശിക്ഷിക്കാനാണെന്നും ചിന്തിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ്. മറ്റൊന്നിനുമായി ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനും നീയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നൊന്നുമില്ല. അതിനാൽ ശാസകൻ ആരാണ് ശാസിക്കേണ്ടത്? ശാസിക്കപ്പെടേണ്ട വസ്തുത എന്താണ്? രാജാവേ, അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്നിട്ട് അങ്ങോട്ടേക്കാണ്, അങ്ങേക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കാരണം ശാസിക്കേണ്ടത് ആരെയുള്ളൂ? ശാസിക്കപ്പെടേണ്ട വസ്തു എന്താണ്? ഇതെല്ലാം മനസ്സിലാക്കണം. രാജാവ് ഭൃത്യൻ എന്ന നിലയിൽ വെച്ചുകൊണ്ട് അഹങ്കരിച്ചിട്ട് ഇവരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം മനസ്സിലാക്കിയിട്ടല്ല ശിക്ഷിക്കുന്നത്. ഞാൻ രാജാവാണ്, ഞാൻ എന്തും കാട്ടിക്കൂട്ടുന്നുള്ള ധിക്കാരത്തിലാണെങ്കിൽ അതിന് വലിയ കാര്യമൊന്നുമില്ല. നീ രാജാവായിപ്പോയി, ഞാൻ ഭൃത്യനായിപ്പോയി. അത് ജോലിയിലെ വ്യത്യാസം. കാലം, പ്രകൃതി ഓരോ കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ച അടുത്ത ജന്മത്തിൽ ഞാൻ തിരിച്ചും വരും, മറ്റേതും വരും. അതുകൊണ്ട് ആ ഉയർന്ന സ്ഥാനം താണസ്ഥാനം എന്നുള്ള ചിന്താഗതിയിലൊന്നും ഒരർത്ഥവുമില്ല. പിന്നെ ശിക്ഷിക്കപ്പെടേണ്ട വസ്തു ഏതിനെയാണ് ശിക്ഷിക്കപ്പെടേണ്ടത്? അതാണ് ചോദ്യം. അതായത് എന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരത്തെയാണോ ശിക്ഷിക്കേണ്ടത്, അല്ല എൻ്റെ ആത്മാവിനാണോ? അപ്പം ഞാൻ ശരീരമാണോ ആത്മാവാണോ എന്ന് നോക്കിയതിൻ്റെ ശേഷം വേണം നീതിപരമായിട്ട് ശിക്ഷിക്കേണ്ടത്. ഞാൻ ശരീരമാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന സാധാരണ ജനങ്ങളെപ്പോലെ 99.9% ജനവുമാണ് ഇതിൽപ്പെട്ടതാണെങ്കിൽ ശിക്ഷിക്കണം. കാരണം ശരീരമാണ്, ഇത് ചുമക്കാൻ പറ്റില്ലെങ്കിൽ പരിഹാസവും കേൾക്കണം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ശരീരമാണെന്ന് ചിന്തിക്കുന്നില്ല. ഞാൻ ആത്മാവായിട്ട് നടക്കുന്നവനെ എന്നെ പിടിച്ചിട്ട് ചുമക്കാൻ കൊണ്ടാക്കാൻ ഞാൻ വന്ന് ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതെല്ലാം കളഞ്ഞു കെട്ടി ഈ ശരീരമേ മണ്ടത്തരമാണെന്ന് വിചാരിച്ച് ശരീരത്തെ കളഞ്ഞിട്ട് ഞാൻ ആത്മാവായ ബ്രഹ്മമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം പിടിച്ചിട്ട് കൊണ്ടുപോയിട്ട് ശരീരത്തിൻ്റെ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏതിനെയാണ് ശാസിക്കേണ്ടത്? ശാസിക്കേണ്ട വസ്തു ഏതാണ്? അതാദ്യം അന്വേഷിക്ക്. ഈ ശാസിക്കേണ്ട വസ്തു ശരീരമാണോ ആത്മാവാണോ എന്നാദ്യം നോക്കിയിട്ട് സൃഷ്ടിക്കാൻ നോക്കും. അല്ലാതെ ഞാനിപ്പോൾ രാജാവാണ്, നീ ഭൃത്യനാണ് എന്ന ഭാവത്തിൽ പറയുകയാണെങ്കിൽ അതിൽ വേറെ കാര്യമൊന്നുമില്ല. അതും ഒരു കാലത്ത് രാജാവാക്കും, പിറ്റേ കാലത്ത് അവൻ ഭൃത്യനാകും. അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ മണ്ടന്മാരാണ്. കാരണം എന്തുകൊണ്ട്? അത് ഒരു സമയത്ത് ജനിച്ചു, രാജാവായിട്ട് ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു,
എന്നെ ഭൃത്യനായിട്ട് ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു. ആ നിലയിൽ കണ്ടാൽ മതി. അതിലങ്ങനെ പൊങ്ങച്ചം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും ആ ശക്തി തന്നതാണ്. ഇന്ന ജോലി ചെയ്തതാണ്, ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. ആ ജോലി ചെയ്തോളുക. അപ്പം ജോലി ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? നീതി അനുസരിച്ച് ചെയ്യണം. അല്ലാതെ പൊങ്ങച്ചം വെച്ച് ഞാൻ രാജാവാണ്, മറ്റേ ഭൃത്യനാണ്, എന്തെങ്കിലും ചെയ്തേക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അർത്ഥമില്ല. എന്നിട്ട് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അങ്ങേരോട്. എന്നിട്ട് 13 പറയുകയാണ്, ഉന്മാദനെ പോലെ ഞാനിതെല്ലാം വിട്ടിട്ട് ഭ്രാന്തനെ പോലെ, ഉന്മാദനെ പോലെ, മദ്യലഹരിയിൽ തലക്ക് പിടിച്ചവനെ പോലെ, ബുദ്ധിശൂന്യനെ പോലെ ബ്രഹ്മപ്രാപം പ്രാപിച്ച എനിക്ക് അങ്ങ് നൽകുന്ന ദണ്ഡന ചികിത്സയോ ഉപദേശമോ കൊണ്ട് എന്ത് പ്രയോജനമാണ് എനിക്കുള്ളത്? ഞാൻ ഈ ശരീരമല്ലാതെ എന്നെ ഉപയോഗിച്ചിട്ട് നിന്റെ ശരീരത്തിന് എന്താണ് ബലമില്ല ഇതല്ലേ എന്ന് ചോദിച്ചാൽ ശരീരം ഞാൻ കളഞ്ഞതാണ്. ഞാൻ ശരീരമല്ല. പിന്നെ ആ ശരീരത്തെ വെച്ചുകൊണ്ടുള്ള ഉപദേശം എന്തിനാണ് എനിക്ക് തരുന്നത്? ശിക്ഷ എൻ്റെ ശരീരത്തിന് തന്നിട്ട് എന്താ കാര്യം? ഞാൻ കളഞ്ഞതാണ്. അവർ ഈ ശരീരത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അത് കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ കഴിഞ്ഞതിൽ നമ്മൾ കണ്ടതാണ്. ആൾക്കാരെന്ത് ചെയ്യും? ചീത്ത പറയും, തുപ്പും, അടിക്കും, ഭ്രാന്തനെ പോലെയാണ് നടക്കുക. മലയെല്ലാം വാങ്ങി മേത്തെറിഞ്ഞു കൊടുക്കും. എന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ പോകുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? അവന് ഈ ശരീരം കളഞ്ഞതാണ്. അവനാ ഒരു ഭാരമായിട്ട് അവൻ പോലും കൊണ്ട് നടക്കുകയാണ്. പിന്നെ അതിലടിച്ചാലെന്ത്, തുപ്പിയാലെന്ത്, അതൊന്നും അവനെ ഏശുന്നില്ല. അവൻ്റെ ശരീരം നിർവീര്യമായി പോയി. പക്ഷേ ആ ശരീരത്തിലാണ് ഈ അവൻ്റെ ആത്മാവ് കിടക്കുന്നത്. ആത്മാവ് ബ്രഹ്മം കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ അതും കെട്ടിവലിച്ച് നടക്കുകയാണ്. അതിന് അടിച്ചാലും തുപ്പിയാലും അതിനെപ്പറ്റി ഒരു ബോധരേഷനും ഇല്ലാത്ത വ്യക്തിയാണ് ഇത്. അങ്ങനെയുള്ള എനിക്ക് നിങ്ങൾ എന്ത് ശിക്ഷ തരുന്നത്? എന്ത് ഗുണം കിട്ടാൻ പോകുന്നു? ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അഹങ്കാരമായി കരുതിയാൽ ഇനിയിപ്പം ഞാനീ പറയുന്നത് നിങ്ങൾ അഹങ്കാരമായിട്ട് കരുതിയാണ്. ഇവൻ വെറുതെ അഹങ്കരിച്ചിട്ട് എന്തോ പറയാണ് എന്ന നിലയിലാണെങ്കിലും ഇത് പാഴ്വേലയായി മാറുകയുള്ളൂ. ഒരു ഗുണവും ഈ ശിക്ഷ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഞാനൊന്നും മാറാനും പോകുന്നില്ല. കാരണം ഞാൻ ഈ ശരീരമല്ല. നിങ്ങൾ വെറുതെ മർദ്ദിക്കുകയോ എന്തോ ചെയ്യും. നിങ്ങൾ അവസാനം മതിയാക്കും. കാരണം ഞാൻ ആത്മാവായി മാറിയവനാണ്. ഇനി 14 ശ്രീസുകൻ. ജഡഭരതൻ ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ പ്രാരബ്ധ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് പല്ലക്ക് ചുമന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ശ്രീസുകൻ പറയുകയാണ്, ഇവൻ പ്രാരബ്ധ കർമ്മം കുറച്ച് ബാക്കി കിടക്കുന്നുണ്ട്. എന്തെന്ന്? ഈ പല്ലക്ക് ചുമക്കാൻ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കും അവൻ്റെ പ്രാരബ്ധ കർമ്മങ്ങൾ തീരാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകാൻ പറ്റില്ല. അപ്പം ഈ പല്ലക്ക് ചുമക്കേണ്ടി എന്തോ ഒരു മിച്ച ജോലി കിടക്കുന്നുണ്ട്. ആ ചിന്തയിൽ അയാൾ എന്ത് ചെയ്തു? പിന്നെ അയാൾ പല്ലക്ക് ചുമന്നു, പല്ലക്കെടുത്ത് ഗൃഹത്തിൽ വെച്ചു. കാരണം നമ്മുടെ കർമ്മം ചെയ്ത് തീർക്കാതെ ഈ ബ്രഹ്മസാക്ഷാത്കാരം പറ്റില്ല. നമ്മളെ ജനിപ്പിച്ചത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം 100% തീർത്താൽ മാത്രമേ പോകാൻ പറ്റൂ. അപ്പം ഈ പല്ലക്ക് ചുമക്കൽ ആ കർമ്മത്തിൻ്റെ മിച്ച പ്രാരബ്ധ കർമ്മമാണ്. അതുകൊണ്ട് ആ ചിന്തയിൽ അവനെന്ത് ചെയ്ത്? പിന്നെ അവൻ പല്ലക്ക് ചുമന്നു. 15 ശരിക്കും ശ്രദ്ധിച്ച രാജാവ് ഹൃദയഗന്ധിയെ ബ്രോജിപ്പിക്കാൻ സമർത്ഥവും. അദ്ദേഹത്തിൻ്റെ ഹൃദയം, ആ ഹൃദയബന്ധങ്ങളാണ് ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഹൃദയബന്ധങ്ങൾ. അപ്പം ഈ ഹൃദയബന്ധങ്ങളെല്ലാം പൊളിച്ച് കളഞ്ഞ് മനസ്സിനെ ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ എത്തണം. അപ്പം ഈ വാക്കുകളെല്ലാം കേട്ടപ്പോൾ അങ്ങക്ക് കുറച്ച് പിടികിട്ടി. ഈ ഹൃദയബന്ധം കുറച്ച് അഴിയാൻ തുടങ്ങി. യോഗ സംബന്ധമായിട്ടുള്ള ആ ശാസനകൾ അദ്ദേഹം പറഞ്ഞ്
ശാസ്ത്ര സംബന്ധമായ വിഷയങ്ങൾ, യോഗ സംബന്ധമായ, യോഗം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ജീവാത്മാവ് പരമാത്മാവുമായിട്ട് കൂടിച്ചേരാനുള്ള വഴികൾ നിർദ്ദേശിക്കുന്നത് കൊണ്ടാണ് യോഗാഭ്യാസം യോഗശാസ്ത്രങ്ങളിൽ എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് ആ യോഗശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്. അത് അടങ്ങിയ ബ്രാഹ്മണ വചനം കേട്ട്, ഇദ്ദേഹത്തിൻ്റെ വചനം കേട്ടിട്ട് രാജാതിരാജനെന്ന് അഹങ്കരിച്ച അദ്ദേഹം ആ രാജാതിരാജൻ എന്നുള്ള ആ ഭാവമെല്ലാം, അഹങ്കാരമെല്ലാം വിട്ടെറിഞ്ഞ് പല്ലക്കത്തിൽ നിന്നും താടിയിറങ്ങി. ഞാൻ രാജാതിരാജനാണ് എന്നുള്ള ചിന്തയെല്ലാം ഉണ്ടായിട്ടായിരുന്നു അദ്ദേഹം പല്ലക്കിൽ അങ്ങനെ കയറിയിരുന്നത്. അതെല്ലാം അങ്ങ് അദ്ദേഹത്തിന് നശിച്ചു. പറയുന്നതെല്ലാം ബ്രഹ്മസാക്ഷാത്കാരവുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലോ വിഷയങ്ങളാണ്, ഉയർന്ന ജ്ഞാനമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പല്ലക്ക് വിട്ടിറങ്ങി ശിരസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ നമസ്കരിച്ചിട്ട് ക്ഷമായാചനം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, അപ്പം ഇതിലൂടെ സന്യാസിയുടെ ലക്ഷണങ്ങളാണ് പറഞ്ഞു തരുന്നത്. യഥാർത്ഥ സന്യാസിയുടെ ഇതെല്ലാം വിട്ടെറിയും, എന്തോ മിച്ചം കാര്യമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു തീർക്കും. അത്രയേ ഉള്ളൂ. ഇനി 16 എന്നിട്ട് ചോദിച്ചു, ഭവാൻ ആരാണ്? അങ്ങോട്ട് ചോദിക്കുകയാണ്. ക്ഷമാപണം ചെയ്തിട്ട് പറയാണ്, ഭവാൻ ആരാണ്? പ്രച്ഛന്ന വേഷണമായിട്ട് ധരിക്കുകയാണ്. എന്തോ വേഷം കെട്ടിയിട്ട് വേഷം മാറിയിട്ട് നടക്കുകയാണ്. ഇങ്ങനെ നടക്കുന്ന എന്തായാലും ആനാണ്. അപ്പൊ ഇത് ചിലപ്പോൾ വേഷം കെട്ടിയിട്ട് എന്തൊക്കെ ഉദ്ദേശം വെച്ചിട്ട് നടക്കുകയാണ്. പ്രച്ഛന്ന സഞ്ചാരി വേഷയാണോ? ബ്രാഹ്മണർക്കിടയിലെ ഏത് അവധൂതനാണ്? ബ്രാഹ്മണർക്ക് എന്ന് പറഞ്ഞാല് ഏറ്റവും ബുദ്ധി ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ഉയർന്ന തരത്തിൽ ചിന്തിക്കുന്ന ആ വിഭാഗത്തിൽ എത്തുമ്പോൾ പല വിഭാഗക്കാരുണ്ട്. അതിൽ ചിലരാണ് എല്ലാം മിഥ്യയാണെന്ന് മനസ്സിലാക്കിയിട്ട് കളഞ്ഞു കെട്ടിയിട്ട് ഉടുതുണി അടക്കം ഉപേക്ഷിച്ചു പോകുന്നത്. അതാണ് അവധൂതൻ. അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാർ ബുദ്ധിപരമായി ചിന്തിച്ച് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങ് മരിക്കും. അത് ജ്ഞാനത്തിലൂടെ. ചിലവർ ആ സത്യം ഏകദേശം ഇതെല്ലാം ചുമ്മാ മരണത്തരാണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാം കളഞ്ഞു കെട്ടിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകും. ആവശ്യപ്പെടുന്ന പല വിഭാഗങ്ങളുണ്ട്, പല സ്റ്റേജായിട്ടാണ് പോവുക. അതിൽ ഏറ്റവും മൂർധന്യത്തിലുള്ള അവസ്ഥയാണ് അവധൂതൻ. എല്ലാം ഉപയോഗിച്ചിട്ട് ഭ്രാന്തനെ പോയിട്ട് നടക്കുന്ന അവസ്ഥ. അതാണ് മാക്സിമം അവസാനം എത്തേണ്ട സ്റ്റേജ്. അവധൂതനാണോ? പൂണൂൽ ധരിച്ച ആരുടെ മകനാണ്? പിന്നെയുള്ള ചോദ്യമാണ്. പൂണൂൽ ധരിച്ചിട്ടുണ്ട്, ആരുടെ മകനാണ്? നേരത്തെ പറഞ്ഞിരുന്നു പൂണൂളിൽ ചളി മുഴുവൻ പിടിച്ചിട്ട് ആകെ ശരീരത്തിലുള്ള ഒരു വേഷം ഇത് മാത്രമാണ്. എവിടെ ഉള്ളവനാണ്? എവിടെ നിന്നാണ് വരുന്നത്? ഏത് കാരണത്താൽ ഇവിടെ വന്നു? നമ്മളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി വല്ലതും വന്നതാണോ? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി വന്ന കപില ഭഗവാനാണോ? ഇവിടെയാണ് അദ്ദേഹം എന്തിനാണ് യാത്ര ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത്. 17 പറയുകയാണ്, ഞാൻ ഇന്ദ്രന്റെ വജ്രായുധത്തെ രാജാവാണ്. ഞാൻ ഇന്ദ്രത്തിന്റെ വജ്രായുധത്തെ പോലും ഭയക്കുന്നില്ല. ശിവന്റെ ശൂലത്തിലും എനിക്കൊരു ഭയവുമില്ല. അന്തകന്റെ ദണ്ഡിലും എനിക്കൊരു ഭയവുമില്ല. പക്ഷേ ബ്രാഹ്മണ സമൂഹത്തെ അവഹേളിക്കുന്നതിൽ ഭയക്കുന്നു. ആരാണ് ബ്രാഹ്മണ സമൂഹം? പ്രത്യേകം ഇവിടെ അർത്ഥം മനസ്സിലാക്കണം. ബ്രഹ്മത്തെ മനസ്സിലാക്കി, ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കി, ഇതെല്ലാം മിഥ്യയാണ്, ഇവിടെ നടക്കുന്നതെല്ലാം മിഥ്യയാണ്, എല്ലാം ആ ഭഗവാനാണ് എന്നിലൂടെ ചെയ്യിക്കുന്നത്, ഞാൻ അതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന ചിന്ത, അത്രയും ഉയർന്ന ചിന്തയിൽ എത്തിയവനെ അപമാനിക്കുന്നതിൽ ഭയക്കുന്നു. കാരണം അതാണ് ബ്രഹ്മം. അപ്പം ബ്രഹ്മമായി മാറുകയാണ്.
ബ്രഹ്മത്തെ തന്നെയാണ് നിഷേധിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ശിവനും എല്ലാം ദേവതകളാണ്. ഇവിടെയുള്ള നമ്മളെപ്പോലെ തന്നെ കക്ഷികളാണ് ഈ ശിവനും. കാരണം സൃഷ്ടി നടത്തുന്നവൻ, എന്ത് വീട് നിർമ്മിക്കുന്നവനും ബ്രഹ്മാവ് തന്നെയാണ്. സൃഷ്ടി നടത്തുന്നവൻ ബ്രഹ്മാവ്, സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവ്, നശിപ്പിക്കുന്നത് ശിവൻ. ശിവൻ ആവശ്യം കഴിയുമ്പോൾ ഒന്നിനെ നശിപ്പിക്കുന്നു. നമ്മൾ ആവശ്യം കഴിയുമ്പോൾ എന്തെങ്കിലും ചുറ്റി വലിച്ച് ആ കടലാസ് ദൂരക്കളയും. നമ്മളും ശിവന്റെ ജോലി, നമ്മളും ശിവൻ തന്നെയാണ്. ചിലപ്പോൾ വേണ്ടാതെ എല്ലാം എടുത്ത് കളയുമ്പോൾ ശിവൻ തന്നെയാണ് നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും വീട് വെക്കുമ്പോൾ നമ്മൾ വീട് വെക്കുന്നതും ബ്രഹ്മാവിൻ്റെയാണ്. ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ വിഷ്ണു നമ്മളിലൂടെയാണ് ആക്ട്, നമ്മൾ തന്നെയാണ് അപ്പോൾ വിഷ്ണു. അപ്പം ആ വിഷ്ണു, ബ്രഹ്മാവ്, മഹേശ്വരൻ എന്നെല്ലാം പറയുമ്പോൾ സാധാരണയുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മളെപ്പോലെ ആളല്ല, ശക്തികളാണ്. ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളാണ്. ആ നിലയിലേ അതിനെ കാണുള്ളൂ. പക്ഷെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ നിർഗുണമായ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ആ നിർഗുണ അവസ്ഥയിലേക്ക് എത്തുന്നവനാണ്. അവൻ ബ്രഹ്മസമാനനാണ്. അപ്പൊ അവനെ ധിക്കരിക്കുന്നത് ഞാൻ ഭയക്കുന്നുണ്ട്. എൻ്റെ 18 പറയുന്നു, അനന്തമഹിമയുള്ള അങ്ങ് മറക്കപ്പെട്ട വിജ്ഞാനവുമായി, അതേ ഒരു വിവരമില്ലാതെ ഒരു ബ്രാഹ്മണനെ പോലെ നടക്കുന്നുണ്ടെങ്കിലും മറക്കപ്പെട്ട വിജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. ഒരു ഭോഷ്കനെ പോലെ നടക്കുകയാണ്. അങ്ങ് ജ്ഞാനെല്ലാം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്, പക്ഷേ ഒരു ഭോഷ്കനെ പോലെയാണ് നടക്കുന്നത്. അതിനാൽ അങ്ങ് ആരെന്ന് പറയുക. യോഗശാസ്ത്രത്തിന് അടിസ്ഥാനമായ അങ്ങയുടെ വാക്കുകൾ നിരാകരിക്കാൻ ഞങ്ങൾക്കാവുന്നില്ല. അങ്ങ് പറഞ്ഞിരിക്കുന്നത് യോഗശാസ്ത്രത്തിൻ്റെ വേദങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് നിരാകരിക്കാൻ കഴിയുന്നതല്ല. ഞാനാകട്ടെ 19 പറയുന്നു, യോഗേശ്വരനും ആജ്ഞജ്ഞാനമുള്ളവനും ഋഷിമാരുടെ ആചാര്യനുമായ കപില വാസുദേവനോട് ഈ സംസാരത്തിൽ ശരണമായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചറിയുവാൻ കരുതി കൂട്ടി ഒരുങ്ങി പുറപ്പെട്ടവനാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ആത്മജ്ഞാനമെല്ലാം അറിയുന്ന കപില വാസുദേവനോട് അദ്ദേഹത്തെ കണ്ടിട്ട് ഈ സംസാരത്തിൽ ശരണമായിട്ടുള്ളത് എന്താണ്, അതായത് ഈ നമ്മൾ ഈ ജനിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും ശോഭനമായിട്ടുള്ള കാര്യം എന്താണ്, എന്തിലാണ് ശരണം പ്രാപിക്കേണ്ടത്, ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് തിരക്കി വന്ന രാജാവാണ് ഇദ്ദേഹം. ആരെ അന്വേഷിച്ച്? ഈ കപില ഭഗവാനെ. അതുകൊണ്ട് അങ്ങീ കപില ഭഗവാൻ തന്നെയാണോ? കാരണം തേടിയ പള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന മാതിരി ഉള്ളതിലേക്കാണ് അങ്ങനെ അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് 20 പറയുന്നു, അങ്ങ് ആ കപില ഭഗവാൻ തന്നെ. അങ്ങ് തന്നെയാണോ കവിതയുള്ള ഈ വാചകടി കണ്ടിട്ട് അങ്ങ് തന്നെയാണ് കപില ഭഗവാൻ എന്ന് തോന്നിപ്പോകുന്നു. അങ്ങ് കപില ഭഗവാൻ തന്നെയാണോ? ലോകവ്യവസ്ഥ നിരീക്ഷിക്കാൻ വേണ്ടി അവ്യക്തമായ രൂപത്തിൽ സഞ്ചരിക്കുകയാണ്. ഈ ലോകത്തിലെ കാര്യങ്ങൾ എങ്ങനെയെല്ലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവ്യക്തമായ, തിരിച്ചറിയാൻ പറ്റാത്ത ഭാവത്തിൽ സഞ്ചരിക്കുകയാണോ? ഗൃഹസ്ഥനായവരും, ഞാനൊരു ഗൃഹസ്ഥനാണ്, ബുദ്ധിക്ക് വലിയ തെളിച്ചൊന്നും വന്നിട്ടില്ല. ഇപ്പോഴേ ശരിക്ക് തൻ്റെ ബുദ്ധി അത്ര തെളിഞ്ഞിട്ടില്ല എന്നുള്ളത് മനസ്സിലായുള്ളൂ. ബുദ്ധിക്ക് വലിയ തെളിച്ചവുമൊന്നും ഇല്ലാത്തവനുമായ ഒരാൾ, ഇദ്ദേഹത്തെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുകയാണ്, ഒരാൾ എങ്ങനെ യോഗേശ്വരന്മാരുടെ സ്ഥിതിഭേദങ്ങൾ തിരിച്ചറിയുവാനാണ്? ഈ യോഗ പണ്ഡിതന്മാരിങ്ങനെ ഭ്രാന്തന്മാരെയെല്ലാം പോലെ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിക്ക് ബുദ്ധിയൊന്നുമില്ലാതെ പിന്നെയോ ഗൃഹസ്ഥാശ്രമെല്ലാം നടക്കുന്ന നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു,
ഒരു സന്യാസിയെ തിരിച്ചറിയേണ്ടിയിട്ട് യഥാർത്ഥ ബ്രഹ്മസന്യാസം, ബ്രഹ്മചര്യം, ബ്രഹ്മ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്ന ഒരു സന്യാസിയെ നമുക്ക് തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. അവർ നമ്മളുടെ കൺമുൻപിലോട്ട് പോകുന്നുണ്ടാവും. പക്ഷെ അവരെ കാണുമ്പോൾ ഭ്രാന്തന്മാരും പിശാചുക്കളെ എല്ലാം മാതിരിയാണ് തോന്നുക. യഥാർത്ഥത്തിൽ അവൻ ഭ്രാന്തൻ തന്നെയായിരിക്കും, പിശാചി രൂപത്തിൽ നടക്കുകയായിരിക്കും, ഭ്രാന്ത തലക്ക് ലെവലില്ലാതെ അവന് നടക്കുന്നവരായിരിക്കും. അതേ കൂട്ടത്തിലാണ് ഈ എല്ലാം തികഞ്ഞ ജ്യോതിസായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം നേടിയ സന്യാസിമാരും ഉള്ളത്. ഇപ്പം നമ്മളെ കൂട്ടത്തിൽ റോട്ടിലോട്ട് പോകുന്നവര് ഭ്രാന്തന്മാരുടെ ഭാവത്തിൽ ഒന്നിലും തലയിടാതെ അങ്ങനെ കാറ്റും പോലെ നടക്കുന്നവരെ, ഉടുപ്പ് പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ആരെയും എന്തെങ്കിലും പഴം തുണികൾ ചാക്കെല്ലാം വാരി കെട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയെല്ലാം നടക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നി ഇവൻ ഭ്രാന്തനാണെന്ന്. ചിലപ്പോൾ അത് യഥാർത്ഥ സന്യാസി അവധൂതനുമാകാം. അതാണ് അവരെ തിരിച്ചറിയാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അതിലെ പോകുന്ന ഒരാളെ പിടിച്ചൊരു ഭ്രാന്തനായിരിക്കും ഇതേമാതിരി നടക്കുന്നത്. അത് കണ്ടിട്ട് സ്വാമി മറ്റേ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവനാണെന്നെല്ലാം നമ്മൾ പോയിട്ട് അതിൻ്റെ കൂടെ പിന്നാലെ കൂടിയാലോ? അവർ തിരിഞ്ഞൊന്നും നോക്കില്ല. ഭ്രാന്തന്മാർ കല്ലെടുത്തെറിയും ചെയ്യും. പക്ഷെ ഇവർ കല്ലെടുത്തെറിയില്ല. ഇവരെ എല്ലാവരും ഭ്രാന്തന്മാരെയും കല്ലെടുത്തെറിയല്ലോ, അത് സ്വാഭാവികമാണ്. തിരിച്ചെടുത്തെറിയില്ല. അതൊരു നല്ല ലക്ഷണമാണ്. കാരണം അവർ ശരീരം ഉപേക്ഷിച്ചവരാണ്. ഭ്രാന്തന്മാരാണെങ്കിൽ കല്ലെടുത്തെറിയുമ്പോൾ തിരിച്ചു കല്ലെടുത്ത് ചിലപ്പോൾ എറിഞ്ഞെന്ന് വരും. പക്ഷെ ഇവര് പ്രതികരിക്കില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് തിരിച്ചറിയുക എന്നത് കുറച്ച് പ്രയാസമുള്ള, നമുക്കെല്ലാം തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമാണെന്നാണ് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. എന്നിട്ട് 21 പറയാണ്, എനിക്ക് പ്രവൃത്തി കൊണ്ട് ക്ഷീണമുണ്ട്. ഞാൻ പ്രവർത്തിച്ചിട്ട് കുറെ അധ്വാനിച്ചിട്ട് വരെ ക്ഷീണമുണ്ട്. അങ്ങനെ ചുമടെടുത്തത് കൊണ്ടും ക്ഷീണമുണ്ടായേക്കാം. കാരണം ശരീരം ത്യജിച്ചതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇങ്ങേർക്ക് പിന്നീട് സംശയം വരികയാണ്. അപ്പൊ ഇങ്ങേര് ചുമടെടുത്ത് നടന്നപ്പോൾ ഇങ്ങേർക്ക് എനിക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്താൽ ക്ഷീണം വരും. അപ്പൊ ഇങ്ങേര് ശരീരം കളഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേർക്ക് അപ്പൊ ക്ഷീണം ഉണ്ടാകണ്ടേ? അങ്ങേക്കും ചുമടെടുത്തത് മൂലമുള്ള ക്ഷീണം ഉണ്ടായേക്കാം. അങ്ങേക്ക് ക്ഷീണം ഉണ്ടാവും. സംശയമാണ്. യഥാർത്ഥത്തിൽ ശരീരം ധരിച്ചവനാണെങ്കിൽ ക്ഷീണം വരിക. പക്ഷെ ഇയാളെ ബുദ്ധിയിൽ അത് ശരിയാകുന്നില്ല. ഈ ലോകത്തെ വ്യവഹാരം സ്വീകരിച്ചവരാകാം. ഇല്ലാത്ത പാത്രങ്ങളാൽ വെള്ളം കൊണ്ടുവരിക സാധ്യമല്ല. ഒരില്ലാത്ത പാത്രം കൊണ്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പം പാത്രം സത്യം തന്നെയാണ്. ഒരു വെള്ളം എടുക്കേണ്ടിക്ക് പാത്രം വേണം. ഇല്ലാത്ത പാത്രം കൊണ്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പം പാത്രം എന്നത് സത്യം തന്നെയാണ്. പ്രപഞ്ചവും സത്യമാണ്. ഈ പ്രപഞ്ചം സത്യമാണ്. മിഥ്യ എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇദ്ദേഹത്തിനുള്ള സംശയങ്ങളാണ്, നമുക്കുള്ള സംശയങ്ങൾ തന്നെയാണ്. പാത്രം മിഥ്യയാണെങ്കിൽ, വസ്തു മിഥ്യയാണെങ്കിൽ പാത്രമില്ലാതെ തന്നെ വെള്ളം എടുക്കാൻ പറ്റുമോ? വെള്ളം മിഥ്യയല്ലേ? എങ്കിൽ പാത്രമില്ലാതെ വെള്ളം എങ്ങനെയാ എടുക്കുക? വെള്ളം എടുക്കണമെങ്കിൽ പാത്രം വേണമെന്ന് നിർബന്ധമാണ്. അപ്പം പാത്രം ഇത് മിഥ്യയാണെന്ന് പറയാൻ പറ്റില്ല. പാത്രം ഉണ്ടെങ്കിലേ വെള്ളം എടുക്കാൻ പറ്റും. പ്രപഞ്ചവും സത്യമാണ്. പ്രപഞ്ചം ഇല്ല എന്നൊന്നും പറ്റില്ല. നമ്മളിതെല്ലാം കാണുന്നില്ലേ? അപ്പൊ ഇതെങ്ങനെയാണ് മിഥ്യയാകുന്നത്? അപ്പൊ മിഥ്യ എന്ന് പറഞ്ഞത് എന്താണെന്നുള്ള ആശയക്കുഴപ്പമാണ് ഇവിടെ ചോദിച്ചുകൊണ്ട് വരുന്നത്. ഇതിന്റെ ഉത്തരമാണ് അടുത്തതിൽ പറയാൻ പോകുന്നത്. നമുക്കും തോന്നും ഇത് മിഥ്യയാണെങ്കിൽ, ചിലവർ പറയും ഇത് മിഥ്യയാണെങ്കിൽ, കാണുന്ന എല്ലാം മിഥ്യയാണെങ്കിൽ ഈ തെങ്ങൊന്നും ഇല്ല എന്നാണോ എന്നെല്ലാം ചോദിക്കും. അപ്പൊ ഇത് അറിയാത്തവൻ വെറുതെ ബൈഹാട്ടാക്കിയിട്ട് ആത്മീയ പറഞ്ഞ് അടക്കുകയാണെങ്കിൽ പറയുക ഇതൊന്നും ഇല്ല, വെറുതെ നമുക്ക് തോന്നലാണ്. ഈ ആത്മീയതയുടെ യഥാർത്ഥ തത്വം മനസ്സിലാക്കുന്നവർ പറയും ഇതെല്ലാം ഈ തെങ്ങെല്ലാം മിഥ്യയാണ് കേട്ടോ. അതെയാ? അപ്പൊ ഈ തെങ്ങൊന്നും ഇല്ല? ഇല്ല, അവിടെ ഒന്നും ഇല്ല. ഇത് പറഞ്ഞ ആർക്കെങ്കിലും തലയിൽ കീഴും?
അപ്പൊ ഈ മിഥ്യ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതെല്ലാം വ്യക്തമായി കൊടുക്കേണ്ടത്. ഇയാൾക്കും കൺഫ്യൂഷൻ ആകെ. ഇതെല്ലാം മിഥ്യയാണ്, ഈ പ്രപഞ്ചം മിഥ്യയാണ്, അതൊന്നും ഇല്ല, അതിലെ സങ്കല്പം മാത്രമാണ് എന്നെല്ലാം പറയുമ്പോൾ ആകെ കൺഫ്യൂഷൻ. അതുകൊണ്ട് പ്രപഞ്ചവും സത്യം തന്നെയാണ്. 22 പറയാണ്, അടുപ്പത്തെ പാത്രത്തിൽ തീ തട്ടുമ്പോൾ പാത്രം ചൂടാകും, അതിലുള്ള പാലും ചൂടാകും. ആ ചൂട് കൊണ്ട് ആ പാലിലിട്ട അരിയും എന്താണെന്ന് വേവുന്നുണ്ട്. ഇത് മിഥ്യയല്ല, നമ്മൾ കാണുന്നതാണ്. അതുപോലെ ദേഹം, വൃത്തികൾ, മനസ്സ് മുതലായവ കൊണ്ടുള്ള സംസാരം ആത്മാവിനെ ബാധിക്കാം. ഈ ശരീരത്തില് ദേഹം, വൃത്തി, ഈ ശരീരത്തിന്റെ വൃത്തി, ഈ മനസ്സ്, അതിൻ്റെ അകത്താണല്ലോ ഉള്ള ആത്മാവിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ആത്മാവിനെയും ബാധിക്കൂലേ? ആത്മാവാണ് ഞാനെങ്കിൽ പുറത്തുള്ള ശരീരം അതിനെ ബാധിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് ഈ ശരീരമായിട്ട് എനിക്കൊരു ബന്ധമില്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. നിങ്ങൾ ശരീരത്തിൽ എന്ത് ശിക്ഷ നടത്തിയാലും എന്നെ അത് ഏശുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സംശയം. അപ്പം പിന്നെ ഈ ശരീരവും ഈ ആത്മാവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് അടിച്ചാലും കൊള്ളൂല്ലേ, വേദന ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ടാണ് ചോദിക്കുന്നത്. ആ ആത്മാവിനെ സ്വാധീനിക്കില്ലേ? ഇത് 23 രാജാവ് ഒരാൾ പ്രജകളുടെ ശാസകനും സംരക്ഷകനുമാണ്. ഒരാൾ രാജാവാണെങ്കിൽ പ്രജകളെ ശാസിക്കുകയും വേണം, സംരക്ഷിക്കുകയും വേണം. ശ്രീഹരിയുടെ ആജ്ഞാകാരിയായവൻ അരച്ചതിനെ വീണ്ടും അരക്കില്ല. അതൊരു സത്യം തന്നെയാണ്. ശ്രീഹരിയുടെ ആജ്ഞാകാരിയായവൻ, ശ്രീഹരിയുടെ ആജ്ഞയനുസരിച്ച് ജീവിക്കുന്നവൻ പിന്നെ അരച്ചതിനെ പിന്നെയും അരക്കുകയില്ല. അത് സത്യമാണ്. അരച്ചതിനെ പിന്നെ നല്ലോണം അരച്ചു വെച്ച ഒരു സാധനത്തെ പിന്നെയും എടുത്ത് അരച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പക്ഷെ ശ്രീഹരിയുടെ ആജ്ഞാകാരിയാണ്. ശ്രീഹരിയിൽ അനുസരിച്ച് ജീവിക്കുന്നവന് പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം സ്വധർമാനുഷ്ഠാനമായ ഈശ്വരാരാധനയാൽ സ്വധർമ്മം ഈശ്വരനെ ആരാധിക്കുക, ഈശ്വരന് വേണ്ടി ജീവിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളുടെ പാപസഞ്ചയത്തെ ആ ശക്തി അകറ്റും. പിന്നെ അവനിൽ പാപം ഉണ്ടാകുന്നില്ല. ഒരാള് ശ്രീഹരിക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അന്നെ ജനിപ്പിച്ചത് ചില ജോലി ചെയ്യാനാണ്. ആ ജോലി ഞാൻ അതിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് ചിന്തിച്ചാൽ പിന്നെ പാപമില്ലല്ലോ. കാരണം അതിൻ്റെ ജോലിയാണ്, ഞാൻ അത് പറയുന്നത് ചെയ്യിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ മിലിറ്ററിയിൽ പോയി മുകളിലുള്ളവർ പറയുന്നത് അതാ ശത്രു വരുന്നു വെടിവെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെക്കും. ചത്ത് കഴിഞ്ഞാൽ എനിക്കെന്ത് പാപം? അയാൾ എൻ്റെ ജോലി അതാണ്, ഞാനതിപ്പോൾ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അങ്ങേർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. വെടിവെക്കാൻ പറഞ്ഞ അങ്ങേരാണ്. എനിക്ക് പാപമൊന്നുമില്ല, എനിക്ക് മനസ്സ് തോന്നുന്നില്ല, സന്തോഷമേ തോന്നും. കാരണം അയാൾ പറഞ്ഞ മാതിരി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അയാൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അതേപോലെ ശ്രീഹരിയാണ് എന്നെ ജനിപ്പിച്ചത്, ഒരു ജോലി ചെയ്യാനാണ്. ആ ജോലി ശ്രീഹരിക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നു. എങ്കിൽ പിന്നെ പാപമില്ല, പുണ്യവുമില്ല. ലാഭം കിട്ടുമോ നഷ്ടം കിട്ടുമോ എന്നൊന്നും ചിന്തയില്ല. അതിനു വേണ്ടി ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ ഓടി നടന്നിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രാജാവിനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ സത്യത്തിൻ്റെ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങളെ, അങ്ങനെയുള്ള വ്യക്തിയെ പിന്നെ രാജാവ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അയാളുടെ വഴിയിൽ ധർമ്മത്തിനനുസരിച്ചാണ് പോവുക. അതുകൊണ്ട് 24 പറയുന്നത്, ഹേ ദീനബന്ധോ, ആകയാൽ രാജാവെന്ന മതത്തോടുകൂടി മഹാന്മാരെ
അനാദരിച്ച ഞാൻ, അങ്ങ് മഹാനാണെന്ന് എനിക്ക് മനസ്സിലായി, ആ മഹാന്മായ അങ്ങനെ ആദരിച്ച ഞാൻ ഈ പാപത്തെ എങ്ങനെ തരണം ചെയ്യും അരുളി ചെയ്താൽ? ഞാൻ ഈ ചെയ്ത പാപത്തെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? ലോക സുഹൃത്തും സഖാവുമായ 25 ലോക സുഹൃത്തും സഖാവുമായ ശാരീരികമായ അഭിമാനം വിട്ടകന്ന അവിടൊന്നിന് വികാരമൊന്നുമില്ല എങ്കിലും ഇപ്പം ലോക സൗഹൃദമാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, സഖാവാണ്, എല്ലാവരുടെയും സഖാവാണ്, ശാരീരികമായ അഭിമാനം വിട്ടകന്നിട്ടുണ്ട്, അങ്ങ് ശരീരത്തെ പറ്റിയുള്ള അഭിമാനം, ഞാനെന്ന ചിന്തയെല്ലാം വിട്ടകന്നവനാണ്, വികാരമില്ല, ഒരു വിചാരങ്ങളും ഇല്ല, ബ്രഹ്മസമാനമാണ്. ഈ കാര്യത്തിൽ ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തോടും താല്പര്യമില്ല, വിചാരങ്ങളില്ല. ഇപ്പം രാജാവെന്നോ മുമ്പിൽ നിൽക്കുന്ന രാജാവാണെന്നോ ഒന്നും ചിന്തിക്കില്ല, അയാളേതൊരു എല്ലാം ബ്രഹ്മം തന്നെ, ആ നിലയിൽ ചിന്തിക്കുന്നവൻ. ഇവിടെയുള്ള കർമ്മത്തിലൊന്നും ഒരു താല്പര്യമില്ല. അപ്പം വിചാരമില്ലെങ്കിലും കൂടി അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും തലയിടില്ല. സന്യാസിമാരെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയില്ല, അങ്ങ് നടന്നു പോകും. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇങ്ങേരെന്നും മനസ്സിലായി. ഇനി ഇങ്ങേരോട് ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല, കാരണം ഇങ്ങേർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഈ ലോക കാര്യങ്ങൾ വിട്ട ഒരു കക്ഷിയോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ഉത്തരം പറയാൻ നിൽക്കുമോ? ഉത്തരം പറയുന്നുണ്ടെങ്കിൽ ഈ ലോക കാര്യത്തിലുള്ള താല്പര്യം വിട്ടിട്ടില്ല, ആളെ പഠിപ്പിക്കാനുള്ള താല്പര്യം കിടക്കുകയാണ്, സംശയം തീർത്തു കൊടുക്കാനുള്ള താല്പര്യം. ഈ നാട്ടിൽ എല്ലാവർക്കും സംശയമുണ്ട്, പിന്നെ ഇയാൾക്ക് ഇതേ വഴിയുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സന്യാസിമാർ ഒരു ചോദ്യവും ഒരു ഉത്തരവും ഒരു വേദവ്യാഖ്യാനവും നടത്തില്ല, അയാളുടെ പണി നോക്കിപ്പോവും. അങ്ങനെയുള്ള വ്യക്തിയാണ് എങ്കിൽ കൂടി തന്നെത്താൻ കൃതമായ മഹാപുരുഷനായിൽ നിന്നും എന്നെ പോലുള്ളവർക്ക് തന്നെത്താൻ കൃതമായ, ഞാൻ സ്വയം വരുത്തി കൂട്ടിയതാണ്, അങ്ങേരെ ഇങ്ങനെയെല്ലാം അപമാനിച്ചു ശിക്ഷിക്കുമെന്നെല്ലാം പറഞ്ഞ് തന്നെത്താൻ കൃതമായ മഹാപുരുഷ നിന്ദയിൽ നിന്ന് ഞാൻ മഹാപുരുഷനെ നിന്ദിച്ചു. ഇത് എൻ്റെ കുഴപ്പം കൊണ്ട് എന്നെ സംഗതി പറ്റിയതാണ്, എൻ്റെ വിവേകമില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ ഒരു നിന്ദ ഞാൻ ചെയ്തു, മഹാപുരുഷന്മാരെ നിന്ദിച്ചു. എന്നെ പോലെയുള്ളവർ സാക്ഷാൽ രുദ്രൻ തന്നെയാണെങ്കിൽ പോലും, അതായത് ഞാനിപ്പം രാജാവാണ്, എനിക്കിപ്പോൾ ഒരു തെറ്റ് പറ്റി, അങ്ങേ പോലെയുള്ളവരെ നിന്ദിച്ചു. എൻ്റെ സ്ഥാനത്ത് സാക്ഷാൽ രുദ്രനാണെങ്കിൽ പോലും, അപ്പോൾ ഇവിടെയാണ് രുദ്രന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രുദ്രന്മാരാണ് നമ്മളെ പോലെ തന്നെ ഒരു കക്ഷി, സംഹരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി. ദേവതകളിൽ ഈശ്വരനല്ല, ഈശ്വരൻ ഏകനായ ബ്രഹ്മം മാത്രമാണ്. ബാക്കിയുള്ള എല്ലാം ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പലതരം ജീവജാലങ്ങളെ, മൃഗങ്ങളെ, പട്ടികളെ, പലതരം ബലങ്ങളെ എല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിലൊരു ബലമാണ് രുദ്രൻ. ചിലത് മനുഷ്യരാകും, ചിലവർ രുദ്രനായിരിക്കാം. ആ രുദ്രനാണെങ്കിൽ പോലും എന്ത് പറ്റും? കാലതാമസം കൂടാതെ നശിച്ചു പോകും. ഇപ്പം ഞാനിപ്പോൾ രാജാവ് മാത്രമാണ്, അല്ല, സാക്ഷാൽ രുദ്രനാണെങ്കിൽ പോലും അങ്ങേ പോലെയുള്ള ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്ന വ്യക്തികളെ നിന്ദിച്ചാൽ രുദ്രനാണെങ്കിൽ പോലും കാലതാമസം കൂടാതെ നശിച്ചു പോകും. അതുകൊണ്ട് ആ വലിയൊരു ഘട്ടമാണ്, നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ടാണ് ഈ ചോദ്യം. അങ്ങ് ഇതിലൊന്നും താല്പര്യമില്ലാതെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ പിന്നെ തിരിച്ചു വന്ന് ഉത്തരവൊന്നും പറയാൻ പാടില്ല. കഥയിൽ ഉത്തരം പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ വളച്ചു കെട്ടി പോവുകയാണ്. ഇത്രയും വലിയ ദുർഘട ഘട്ടത്തിലാണ് ഞാൻ പെട്ടിരിക്കുന്നത്, അതുകൊണ്ടൊന്ന് ഉത്തരം പറഞ്ഞു എന്ന് പറയുന്ന സ്ഥിതിക്ക്
അദ്ദേഹം ഉത്തരം പറയുകയാണ് എന്ന നിലയിലാണ് ഇനി അടുത്ത അധ്യായത്തിൽ പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ സത്യം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ തിരിച്ചു വന്ന് പറയുന്ന പരിപാടിയില്ല. പക്ഷെ കഥയിൽ ചോദ്യമില്ല. കാരണം ഇയാൾ വേണം ഇനി ആ രഹസ്യം പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് എല്ലാം വിട്ടുപോയ കക്ഷി എങ്ങനെയാ പിന്നെ ഇയാൾ ഈ നിസ്സാരനായ ഇയാൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാൻ നിന്ന് അയാൾക്കപ്പോൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ എന്താണ്? സംശയം തീർത്തു കൊടുക്കുകയാണ്. അപ്പം ഇയാൾക്ക് വിരക്തി വന്നിട്ടില്ല. ഇനി വേറെ ആൾ വന്ന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി നടക്കും. അപ്പം പിന്നെ എങ്ങനെയാണ് സന്യാസിയാകുന്നത്? അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. അതിന് ഒരു വളച്ചു കെട്ടി കഥയിൽ എന്തുണ്ട്? ചോദ്യമില്ല എന്നുള്ളൊരു വകുപ്പും വെച്ചിട്ടുണ്ട്. പക്ഷെ ഇയാളെ കൊണ്ട് വേണം ഇനി എന്ത് ചെയ്യാൻ? ഇതിനുള്ള ഉത്തരമെല്ലാം കൊടുക്കാൻ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രധാന പോയിന്റ് എന്താണ്? രുദ്രനും എല്ലാം ദേവതകളാണ്. നമ്മളും ദേവതകളാണ്, കല്ലും ദേവതയാണ്. രുദ്രൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും നശിപ്പിക്കുന്ന, ആവശ്യം കഴിഞ്ഞാൽ നശിപ്പിക്കുന്ന ശക്തിയാണ്. ശക്തിക്കാണ് രുദ്രൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ശക്തി വിശേഷം എല്ലാത്തിനെയും പരിപാലിക്കുന്നത്. ആ ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്. സൃഷ്ടി നടത്തുന്ന ആ പ്രക്രിയ, അതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തിക്കാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം സൃഷ്ടിക്കുമ്പോൾ അത് ബ്രഹ്മാവിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. നമ്മിലൂടെയാണ് ആ പ്രേരക ശക്തി, ബ്രഹ്മാവ് എന്ന പ്രേരക ശക്തി നമ്മിലൂടെ ചെയ്യിപ്പിക്കുന്നത്. ഒന്ന് നശിപ്പിക്കുമ്പോൾ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ ആ ശിവൻ എന്ന ബലം നമ്മിലൂടെയാണ് അത് നശിപ്പിക്കുന്നത്. ആ തരത്തിൽ ഇതെല്ലാം ബലങ്ങളാണ്. ഇതൊന്നും ഈശ്വരനല്ല. ഈശ്വരൻ എന്ന് പറയുന്നത് നിർഗുണമായ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ നിർഗുണമായ ഏകനായ ആ ശക്തിക്കാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ഋഷികൾക്ക് പോലും സാധിക്കില്ല.